യശംസിയായ സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചെല്ലുവാനും പ്രാർത്ഥിക്കുവാനുമായി നമ്മൾ പ്രത്യേകം പരിശീലിക്കുന്ന ദിവസങ്ങളാണല്ലോ. പരിശുദ്ധ അമ്മ ദിവ്യകാരുണ്യത്തിൻ്റെ മാതാവാണ്, വിശുദ്ധ കുർബാനയുടെ അമ്മയാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തിനും വ്യക്തികൾക്കും പരിശുദ്ധ അമ്മ നൽകുന്ന സ്വർഗീയമായ സമ്മാനമാണ് ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയും വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹവും. നമ്മുടെ കുടുംബങ്ങളിൽ ദിവ്യകാരുണ്യത്തോടും വിശുദ്ധ കുർബാനയോടും ഞായറാഴ്ച തിരുക്കർമ്മങ്ങളോടുമൊക്കെ ഭക്തിയും വിശ്വാസവും സ്നേഹവും ഒക്കെ നഷ്ടപ്പെട്ട് ദേവാലയത്തിൽ വരാതെ കൂദാശകൾ സ്വീകരിക്കാതെ അകന്നു നടക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും ഉണ്ടെങ്കിൽ ആ കുടുംബങ്ങളെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം അവിടെ കുടുംബങ്ങളിൽ നിന്നും ആദ്യമായി പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും ജപമാല ഭക്തിയും സന്ധ്യാപ്രാർത്ഥനയും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലും വിശ്വാസത്തിലുമൊക്കെ വളർന്നു വരുന്ന ഒരു കുടുംബത്തിന് ആദ്യം കിട്ടുന്ന കൃപ കൂദാശ കേന്ദ്രീകൃതമായ ഒരു ക്രൈസ്തവ വിശ്വാസികൾ നയിക്കാനുള്ള അനുഗ്രഹം കിട്ടും. അപ്പോൾ പള്ളി വരാത്തവർ, പ്രാർത്ഥിക്കാത്തവർ, കൂദാശ സ്വീകരിക്കാത്തവരായ മക്കളോ വ്യക്തികളോ കുടുംബങ്ങളോ ഒക്കെ നമ്മുടെ ഇടവകയിലോ സമൂഹത്തിലൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലും ജപമാല ഭക്തിയിലും വളരുവാൻ വേണ്ടി ആ വ്യക്തികളെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിവാഹിതരായി പോകുന്നവരും അതുപോലെ പഠിക്കാൻ വേണ്ടി പോകുന്നവരും ജോലിക്ക് ഒക്കെ പോകുന്നവരുമായിട്ടുള്ള മക്കളുടെ കൈകളിൽ ഒരു ജപമാല ഒക്കെ കൊടുത്തു വിടുക. അപ്പോൾ അവർ എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ അവരുടെ കുടുംബങ്ങളിൽ വ്യക്തി ജീവിതത്തിൽ എന്നും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നിലനിന്നാൽ കൂദാശകളോടും വിശുദ്ധ കുർബാനയോടും ദേവാലയത്തോടുമൊക്കെയുള്ള ഭക്തിയിലും സ്നേഹത്തിലും വിശ്വാസത്തിലും അവർ നിലനിന്നുകൊള്ളും. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ എവിടെയൊക്കെ വിശ്വാസവും ഭക്തിയുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പുനഃസ്ഥാപിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം പരിശുദ്ധ അമ്മയോടുള്ള ജപമാല ഭക്തിയിൽ ആ കുടുംബങ്ങളെ നിലനിർത്തുക എന്നുള്ളതാണ്. ജോൺ പോൾ മാർപ്പാപ്പയിലൂടെ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഓരോ വിശുദ്ധ കുർബാനയുടെ മുമ്പിലും വിശ്വസ്തയായ കാവൽക്കാരിയെപ്പോലെ എൻ്റെ പുത്രൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഓരോ കുർബാനയിലേക്കും നമ്മുടെ മക്കളെ അടുപ്പിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയോടുള്ള ജപമാലയോടുള്ള ഭക്തിയിലും വിശ്വാസത്തിലും മക്കളെ നിലനിർത്തുക. പരിശുദ്ധ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ ജപമാല ഭക്തിയിലും വിശുദ്ധ കുർബാന ഭക്തിയിലും വളർന്നു വരുവാൻ അമ്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.